Thank you for having me here. ഇവിടെ നിങ്ങളോടൊപ്പം ചേരാൻ കാണാൻ സാധിച്ചത് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. I have not come here in happiness. I have come here with a little bit of sadness. ഞാൻ ഇവിടെ വന്നത് ഒരിക്കലും സന്തോഷമായിട്ടല്ല. There has been a tremendous tragedy in Wayanad. വയനാട്ടിൽ നമ്മൾ നേരിട്ടത് വല്ലാത്ത രീതിയിലുള്ള അപകടം. I also know today is a festival, so even though it is not a happy occasion, I still have to wish you a happy Eid. ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണെങ്കിലും വേദനയോടുകൂടിയാണ് നമ്മളൊക്കെ ആഘോഷത്തിൽ പങ്കുചേരുന്നത്. ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ നേരുകയാണ്. And let us take the spirit of Eid to help all our brothers and sisters who are in pain and in suffering today. ഈദിന്റെ പ്രധാനപ്പെട്ടതായ സന്ദേശം വേദനയിലും പ്രയാസപ്പെടുന്നതായ ആളുകൾക്ക് ഒരുമയോടുകൂടി സഹാനുഭൂതിയോടുകൂടി സഹായിക്കുക എന്നുള്ളതാണ്. I went around the constituency yesterday and I went to numerous camps. ഞാൻ ഇന്നലെ ഒരുപാട് ഇടങ്ങൾ സന്ദർശിച്ചു. ഒരുപാട് റിലീഫ് ക്യാമ്പുകൾ ഞാൻ ഇന്നലെ നേരിട്ട് കണ്ടു. And spoke to many people and asked them how we could be of help. ഞാൻ ആ ക്യാമ്പിലുള്ളവരോടും മറ്റുള്ളവരോടും ഞാൻ ചോദിച്ചു, എങ്ങനെ പോകുന്നു, എന്താണ് അവസ്ഥ എന്ന്. Most people said that reconstruction of their houses, repair of their houses was the first priority. എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ദുരന്തത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടതായിരിക്കുന്ന വീടിന്റെ പുനഃക്രമീകരണവും ഭവനത്തിന്റെ സമ്പൂർണ്ണ നിർമ്മാണവുമാണ് ഞങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് അവർ എന്നോട് പറഞ്ഞു. And they also said that medicine supplies and cleaning supplies in the camps were required. അവർ എന്നോട് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്യാമ്പുകളിൽ അതിനുശേഷം വീടുകളിലേക്ക് പോകുമ്പോൾ ആ വീടിന്റെ ക്ലീനിംഗ് പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെ മെഡിക്കൽ സൌകര്യത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യവും അവരെന്നോട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. Yesterday in the evening we had a meeting with the government officers. ഇന്നലെ വൈകുന്നേരം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ ഒരു പ്രത്യേക മീറ്റിംഗ് വിളിച്ച് ഞാൻ ചർച്ച നടത്തി. And we requested them to expedite building of houses, compensation and provide health medicines and cleaning equipment. ഇന്നലത്തെ മീറ്റിംഗിൽ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അടിയന്തരമായി അത് പ്രാബല്യത്തിൽ വരുത്തണമെന്നും പ്രവർത്തനങ്ങൾ വേഗതയിലാക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. അതിലേറ്റവും പ്രധാനം 1 ഭവന നിർമ്മാണം, 2 ക്ലീനിംഗ് പ്രോസസ്, 3 ആരോഗ്യ സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ, അനുബന്ധ കാര്യങ്ങളൊക്കെ എത്രയും വേഗത്തിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. As your member of parliament, I also called the chief minister and requested him to help here as aggressively as possible. ഞാൻ നിങ്ങളുടെ പാർലമെന്റ് അംഗം എന്ന രീതിയിൽ ഞാൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. വേണ്ട എല്ലാ സഹായങ്ങളും ഉണ്ടാകണമെന്ന് പ്രത്യേകം അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിച്ചു. And I also called the prime minister and explained to him the tragedy that has taken place here and the need for support from the center. വയനാടിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങളും കെടുതികളും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് ഞാൻ നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അടിയന്തര സഹായത്തിന്റെ ആവശ്യകത സമൂലമായ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. And I want you to know that in this tragedy we are all standing together with you. ഈ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിങ്ങളോടൊപ്പമുണ്ട്. Not only the Congress party but every single person in Wayanad should work together to ease the pain, the suffering that we are feeling. കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമല്ല, എല്ലാവരും, ഓരോ മനുഷ്യരും ഈ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ഒരുമിച്ച് നിന്ന് നമുക്ക് ഈ ദുർഘടസന്ധിയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുമയുടെ പ്രയാണത്തിലേക്ക് നമുക്ക് പോകണം. I have also told Congress workers and UDF workers that they should be in the forefront of relief efforts. ഏറ്റവും വലിയ സമാശ്വാസത്തിന്റെയും ആർദ്രതയുടെയും ആശ്വാസത്തിന്റെയും കരുണയുടെയും പ്രവർത്തനത്തിൽ UDF പ്രവർത്തകന്മാരും കോൺഗ്രസ് പ്രവർത്തകന്മാരും മുൻപന്തിയിൽ ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്.
And I know it's a very difficult time, but I request you not to worry for the future. We are going to stand with you. We are going to help you. We are going to make sure that you are able to rebuild your lives. സാഹചര്യം അതീവ കഠിനമാണെങ്കിലും ഭാവിയെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങും. അതിനുവേണ്ടിയുള്ള നടപടികളുണ്ടാവും. I don't want to give a very long speech. I would rather spend my time now talking to some of the people who are in the camp. ഞാൻ ഇവിടെ ദീർഘമായ സംസാരത്തിലേക്ക് കടന്നു പോകാൻ അല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ ഓരോ ആളുകളോട് പലരോടും നേരിട്ട് സംവദിക്കാനും കാര്യങ്ങൾ അറിയാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Thank you. താങ്ക് യു.